ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം യഥാർത്ഥത്തിൽ ഒരു തേൻ കലവറയാണ്. കേരളത്തെ കോടിക്കണക്കിന് റബ്ബർ മരങ്ങളും തെങ്ങുകളും ഉൽപ്പാദിപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ തേനും പൂമ്പൊഴിയുമാണ് ഓരോ വർഷവും ശേഖരിക്കപ്പെടാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിദത്തവും പോഷകസമ്പുഷ്ടവും ധാരാളം ഊർജ്ജം നൽകുന്നതുമായ ഒരു കൊഴുപ്പ് രഹിത ഭക്ഷണമാണ് തേൻ. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തേനും പൂമ്പൊടിയും ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് കേരളം. അതിനാൽ തന്നെ തേനീച്ച വളർത്തലിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 5 തരം തേനീച്ചകൾ കണ്ടുവരുന്നു. ഇവയിൽ ആദായകരവും ഇണക്കി വളർത്താൻ കഴിയുന്നതുമായ 3 ഇനങ്ങളാണുള്ളത്. ചെറു തേനീച്ചകൾ, ഞൊടിയൻ തേനീച്ചകൾ, ഇറ്റാലിയൻ തേനീച്ചകൾ. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിൽ താന്നിവിളാകം വീട്ടിൽ രേഖാമോഹനന്റെ ജീവിതം മധുരമയമാക്കിയത് തേനീച്ച വളർത്തലിൽ കൂടിയാണ്. തേനീച്ച വളർത്തലിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് രേഖാമോഹനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് തേനീച്ച വളർത്തലിലേക്ക് കടന്നത്? പിന്നെ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷനും കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്ന് വനിതകൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് വെച്ചതാണ് സമഗ്ര തേനുൽപാദന പദ്ധതി. സമഗ്ര തേനുൽപാദന പദ്ധതിയുടെ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഈ തേനീച്ച വളർത്തലിലോട്ട് വന്നത്. ആദ്യം 10 ഗ്രൂപ്പുകൾ പഞ്ചായത്ത് രൂപീകരിച്ചതിൽ ഒരു ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു ഞാൻ. ആദ്യം 2 പെട്ടികൾ ജില്ലാ മിഷനിൽ നിന്നും പഞ്ചായത്ത് വഴി ഞങ്ങൾക്ക് തരികയും പിന്നെ 8 പെട്ടി തരികയും ചെയ്തു. അപ്പോൾ ആ 8 പെട്ടി കിട്ടിയപ്പം ഇച്ചിരി തേനൊക്കെ കിട്ടി, കൊള്ളാം, അങ്ങനെ ഒരു 100 കിലോ ഒക്കെ കിട്ടണമെന്ന് തോന്നി. കിട്ടി. അന്നേരം പിന്നെ ഇതിനോട്ട് പോയാൽ നമുക്ക് ലാഭം ഉള്ളൂ, വീട്ടിലൊരു അധിക വരുമാനം, നമ്മുടെ വീടിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരമാകണം എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ മുന്നിലോട്ട് വന്നത്. 2 പെട്ടിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്ര പെട്ടികളുണ്ട് നിലവിൽ? അതിൽ ഒരു സീസണിൽ എന്തുമാത്രം വരുമാനം, എത്ര കിലോ ഉണ്ട്? ഒരു 2 പെട്ടിയിൽ നിന്ന് തുടങ്ങി എനിക്കിപ്പോൾ 100 പെട്ടിയുണ്ട്. 100-110 പെട്ടിയോളം ഉണ്ട്. ഒരു സീസണിൽ നല്ല കോളനിയാണെങ്കിൽ ഒരു കോളനിയിൽ നിന്ന് 10-12 കിലോ തേൻ വരെ കിട്ടും. ഈ 100 കോളനിയിൽ നിന്നും 800-900 കിലോ തേൻ വരെ കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്നുണ്ട് ഒരു വർഷം. ശാസ്ത്രീയമായി തേനീച്ച വളർത്തൽ പഠിച്ചു തന്നെയാണ് രേഖാമോഹൻ തേൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ മിഷന്റെ 2007-2008 സമഗ്ര മധുരം തേനുൽപാദന പദ്ധതി പ്രകാരം കിട്ടിയ തേനീച്ച പെട്ടിയുമായി തുടങ്ങിയ തേൻ വളർത്തൽ ഇപ്പോൾ പ്രതിവർഷം 3 ലക്ഷം രൂപ വരുമാനം ലഭിക്കത്തക്ക 100 ഞൊടിയൻ തേനീച്ച പെട്ടികളും 10 ചെറു തേനീച്ച പെട്ടികളുമാണ് വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലുമായിട്ടുള്ളത്. കുടുംബശ്രീയും ഹോർട്ടികോർപ്പും ചേർന്ന് നൽകിയ പരിശീലനം കഴിഞ്ഞതോടെ തേനീച്ചകളുടെ കുത്തേൽക്കാതെ തേനെടുക്കാനും അട കെട്ടിവെച്ച് തേനീച്ച കോളനികൾ രൂപപ്പെടുത്താനും പഠിച്ചു. ഇന്നിപ്പോൾ തേനീച്ച വളർത്തൽ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തന്റെ തേനറിവുകൾ പങ്കുവയ്ക്കാൻ പത്തനംതിട്ട ജില്ലയിലെ 26 പഞ്ചായത്തുകളിലും തേൻ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുവാൻ രേഖാമോഹൻ പോകാറുണ്ട്. വെറുതെ പെട്ടി കൊണ്ടുവന്ന് വെച്ച് ഈച്ചകൾ പല വഴി പറക്കുന്നത് നോക്കിയിരുന്നാൽ തേനുണ്ടാവില്ലെന്ന് രേഖാമോഹൻ ഓർമ്മിപ്പിക്കുന്നു. തേനീച്ച വളർത്തൽ ആരംഭിക്കുന്നതിന് മുൻപായി തേനീച്ചകളെക്കുറിച്ചും അവയുടെ പരിപാലന മുറകളെക്കുറിച്ചും ശരിയായ അറിവുണ്ടായിരിക്കണം. തേനീച്ച പെട്ടി കൈകാര്യം ചെയ്യാൻ വേണ്ട കൈവഴക്കം ലഭിച്ചാൽ മാത്രമേ ഈച്ചകളുടെ കുത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കൂ. ഒരു തേനീച്ച കുടുംബത്തിൽ ഏകദേശം 50,000 ഈച്ചകൾ വരെ ഉണ്ടായിരിക്കും. അതിൽ 3 തരം ഈച്ചകളാണ് കാണപ്പെടുന്നത്. ഒരു റാണി ഈച്ചയും 200 മുതൽ 250 വരെ ആണീച്ചകളും ബാക്കിയുള്ളവ വേലക്കാരി ഈച്ചകളും ആയിരിക്കും. റോയൽ ജെല്ലി മാത്രം കഴിച്ചു ജീവിക്കുന്ന റാണി ഈച്ച 3 വർഷം വരെ ജീവിക്കുന്നു. റാണി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇണചേരൂ. ഒരു സൂപ്പർവൈസറുമില്ലാതെ കൃത്യമായി ജോലി ചെയ്യുന്ന പെണ്ണീച്ചകളാണ് വർക്കർ ബീസ് അഥവാ വേലക്കാരി ഈച്ചകൾ. ഈച്ചയായി പുറത്തു വന്നാൽ ആദ്യ 21 ദിവസം
കൂട്ടിലുള്ള ജോലികൾ ചെയ്യുന്നു. 21 ദിവസം കഴിഞ്ഞാൽ പിന്നീട് മരണം വരെ കൂട്ടിലേക്കുള്ള ആഹാര സാധനങ്ങളായ തേൻ, പൂമ്പൊടി എന്നിവ ശേഖരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഡ്രോൺ ബീസ് എന്നറിയപ്പെടുന്ന മടിയൻ ഈച്ച അഥവാ ആണീച്ചകൾക്ക് തേനുറിഞ്ചു കുഴലോ കൊല്ലിയോ ഇല്ല. വേലക്കാരി ഈച്ചകൾ ശേഖരിച്ചു വയ്ക്കുന്ന തേൻ കഴിച്ചാണ് ഇവ ജീവിക്കുന്നത്. റാണീച്ചയുമായി ഇണചേരൽ മാത്രമാണ് പ്രധാന ധർമ്മം. ഇവയ്ക്ക് 75 ദിവസം വരെ ആയുസ്സുണ്ട്. തേനീച്ച കൂടുകൾ പരിശോധിക്കുമ്പോൾ ഈച്ചകളെ ശാന്തരാക്കുവാൻ അല്പം പുക കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനായി സ്മോക്കറിന്റെ ഉള്ളിൽ ചകിരി കത്തിച്ച് പുകയ്ക്കാം. ഇങ്ങനെ ചെറിയ പുക കൊടുത്താൽ ഈച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാം. തറനിരപ്പിൽ നിന്നും 2.5 അടി ഉയരത്തിലുള്ള ഒരു സ്റ്റാൻഡിന് മുകളിലാണ് തേനീച്ചപ്പെട്ടി സ്ഥാപിക്കേണ്ടത്. GI പൈപ്പിലുള്ള സ്റ്റാൻഡാണെങ്കിൽ അതിൽ ചിരട്ട കിഴിച്ചിറക്കി വെള്ളമൊഴിച്ചാൽ ഉറുമ്പ് പോലുള്ള കീടങ്ങളിൽ നിന്നും കൂടിനെ സംരക്ഷിക്കാം. തേനീച്ചകളുടെ മഴക്കാല സീസണിലെ പരിചരണങ്ങൾ എങ്ങനെയാണ്? തേനീച്ച മഴക്കാലത്ത് ക്ഷാമകാലം എന്നറിയപ്പെടുന്ന ആ കാലത്തെ സീസണിന് പറയുന്ന പേര്. അപ്പോൾ അടിപ്പലക വൃത്തിയാക്കി വെക്കുക, അടിയിൽ ഉറുമ്പ് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. പിന്നെ ഈച്ചയ്ക്ക് കഴിക്കാൻ അന്നേരം ആഹാരങ്ങൾ ഒട്ടും പ്രകൃതിയിലില്ലാത്ത സമയം, അപ്പോൾ പഞ്ചസാര ലായനി കലക്കിയാണ് ഈച്ചയ്ക്ക് ഇപ്പം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പെട്ടിക്ക് 200 ഗ്രാം പഞ്ചസാരയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു മാസത്തെയും 4 പ്രാവശ്യം കൊടുക്കണം. അങ്ങനെയാണ് ഈച്ചയെ നിലനിർത്തി പോകുന്നത്. മഴക്കാലത്ത് 2 ആഴ്ചയിൽ ഒരിക്കൽ അടിത്തട്ടിലെ ഈച്ചകളെ പരിശോധിക്കണം. അടിപലകയും കൂടും വൃത്തിയാക്കിയതിനു ശേഷം പെട്ടി അടച്ച് കെട്ടിവയ്ക്കണം. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം പ്രകൃതിയിൽ നിന്നും തേനീച്ചകൾക്ക് ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. തേനും പൂമ്പൊടിയും വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ സമയത്ത് തേനീച്ചകൾക്ക് കൃത്രിമ ആഹാരമായ പഞ്ചസാര ലായനി ഒരു പെട്ടിക്ക് 200 ഗ്രാം എന്ന അളവിൽ ചെറിയ പാത്രത്തിലോ ചിരട്ടയിലോ നിറച്ച് പെട്ടിക്കുള്ളിൽ വെച്ചു കൊടുക്കണം. ചിരട്ടയ്ക്കകത്ത് 2-3 ഉണക്ക കമ്പിട്ടാൽ ഈച്ചകൾക്ക് അതിൽ കയറിയിരുന്ന് ലായനി കുടിക്കാൻ സൗകര്യമായിരിക്കും. ഒരു സമയം ഒരു സ്ഥലത്തുള്ള എല്ലാ കൂടുകൾക്കും ലായനി കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ കണ്ടത് കൂടുതലും പെട്ടികൾ റബ്ബറിൻ്റെ ഇടയ്ക്കാണല്ലോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്നാ? ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റബ്ബർ എല്ലാം പൊഴിഞ്ഞിട്ട് തളുക്കുന്ന സമയത്ത് റബ്ബർ തളുക്കുന്ന സീസണിൽ തേൻ കൂടുതൽ ഉൽപ്പാദനം കേരളത്തിലുണ്ട്. പിന്നെ ഒരു റബ്ബർ തോട്ടത്തിൽ വെക്കുമ്പോൾ തണൽ ഒന്നാമത് കിട്ടുന്നുണ്ട്, രണ്ടാമത് പെട്ടെന്ന് ഈച്ചയ്ക്ക് പോയി തേൻ എടുത്തുകൊണ്ട് വരാനുള്ള ഒരു സൗകര്യത്തിനോട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോളനി എപ്പോഴും നല്ല സ്ട്രെങ്ത് കോളനി ആയിരിക്കണം. ആ സ്ട്രെങ്ത് കോളനിയിലാണ് കൂടുതൽ തേൻ കിട്ടുന്നത്. സ്ട്രെങ്ത് കോളനി ആവണമെങ്കിൽ പൂമ്പൊടിക്ക് ദൗർലഭ്യം ഉണ്ടാവരുത്. ഇഷ്ടം പോലെ പൂമ്പൊടി കിട്ടണം. അതിന് തെങ്ങിൻ തോട്ടത്തിൻ്റെ അടുത്ത് ഈച്ചപ്പെട്ടികൾ വെക്കുക. ചെമ്പരത്തി പോലുള്ള കുറ്റിച്ചെടികൾ എന്നും പുഷ്പിക്കുന്ന ചെടികൾ നട്ടു വളർത്തുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറെ തേൻ നമുക്ക് കിട്ടും. ധാരാളം പൂമ്പൊടി കിട്ടുന്ന തെങ്ങിൻ തോട്ടത്തിലോ ചെമ്പരത്തി പോലെ എന്നും പുഷ്പിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുകയോ ചെയ്താൽ കോളനി എപ്പോഴും സ്ട്രെങ്ത് ആയിരിക്കും. ഒരിക്കലും പൂമ്പൊടിക്ക് ദൗർലഭ്യം ഉണ്ടാകരുത്. ഈ തേനീച്ചകൾ എങ്ങനെയാണ് മെഴുക് ഉൽപ്പാദിക്കപ്പെടുന്നത്? 7 ദിവസം തൊട്ട് 14 ദിവസം പ്രായമുള്ള പെൺ തേനീച്ച കുഞ്ഞുങ്ങളുടെ മെഴുക് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നത്. 16 തുള്ളി തേൻ ഒരു തേനീച്ച കുഞ്ഞ് കുടിച്ചാലേ 1 തുള്ളി മെഴുകുണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് അവർ കൂട് നിർമ്മിക്കുന്നത്. റാണീച്ചയ്ക്ക് മുട്ടയിടാനും തേൻ കൊണ്ടുവെക്കാനും എല്ലാം മെഴുക് അത്യാവശ്യമാണ്. ഈ പ്രായമുള്ള തേനീച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ അട സീൽ ചെയ്യാനും അട നിർമ്മിക്കാനും പിന്നെ പൊട്ടിയ അട റിപ്പയർ ചെയ്യാനും പുതിയ അടകൾ ഉണ്ടാക്കാനും ഒക്കെ ഈ തേനീച്ചയ്ക്ക് പറ്റത്തുള്ളൂ. തേനീച്ചകൾ കൂട്ടിനുള്ളിൽ അറകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മെഴുക്.
തേനീച്ചയുടെ ശരീരത്തിലെ മെഴുക് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് അസംസ്കൃത പദാർത്ഥമായി ഉപയോഗിക്കുന്നു. തേനെടുക്കുമ്പോൾ ചെത്തി കിട്ടുന്ന മെഴുക് പിഴിഞ്ഞ് തേൻ നീക്കിയ ശേഷം അല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കിയാൽ ഉരുകി കിട്ടും. ഉരുകിയ മെഴുകിലെ അവശിഷ്ടം മാറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. കുറച്ചു കഴിഞ്ഞ് തണുത്ത ശേഷം ഒരു കട്ടയായി മെഴുക് ലഭിക്കുന്നു. തേൻ മെഴുകിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. തേനീച്ചകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. റോയൽ ജെല്ലി എന്ന് പറയുന്നത് തേനീച്ച 3 ദിവസം തൊട്ട് 7 ദിവസം വരെ പ്രായമായ ചെറിയ പെൺ തേനീച്ചകളുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു തരം സ്രവം ആണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം. ഈ റോയൽ ജെല്ലി ഈ തേനീച്ചകളിൽ മാത്രമേ ഉള്ളൂ. ഇവർ ഈ റോയൽ ജെല്ലി ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, റാണി ഈച്ച വേറെ ആഹാരങ്ങൾ കഴിക്കത്തില്ല. റാണി ഈച്ച റോയൽ ജെല്ലി, ഈ പെണ്ണീച്ചകളാണ് ഈ റാണി ഈച്ചയ്ക്ക് ഈ റോയൽ ജെല്ലി കൊടുക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ റാണി ഈച്ച ഇടുന്ന മുട്ട, എല്ലാ മുട്ടകൾക്കും 2 ദിവസം റോയൽ ജെല്ലി കൊടുക്കും. പെണ്ണീച്ചയ്ക്ക് 2 ദിവസം, ആണീച്ചയ്ക്ക് 3 ദിവസം. അതുകൊണ്ട് ആണീച്ച ശകലം വലുത്. 6 ദിവസം റാണി ഈച്ചയുടെ പുഴുക്കൾക്ക് 6 ദിവസം കൊടുക്കും. അതുകൊണ്ടാണ് ഇച്ചിരി വലിയ ഈച്ചയായിട്ട് വളരുന്നത്. റോയൽ ജെല്ലി കൂടുതൽ കൊടുക്കുന്നത് രാജകീയ ഭോജനം എന്നാണ് റോയൽ ജെല്ലിക്ക് നമ്മൾ പറയുന്ന സാധനം. ഈ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും യൗവനം നിലനിർത്താൻ വേണ്ടിയാണ് ഈ റോയൽ ജെല്ലിയുടെ ഗുളികകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ കഴിക്കുന്നത്. ഈ റോയൽ ജെല്ലിയുടെ ഈ മുട്ട കൊണ്ടുവന്ന് എടുത്തിട്ട് ഒരു പെട്ടിക്കകത്തേറെ മുട്ടകളൊക്കെ കാണും. അത് എടുത്തു കൊണ്ടുവന്ന് തേനിനകത്തിട്ട് വെച്ച് നമ്മൾ കഴിച്ചാൽ നമുക്ക് സൗന്ദര്യവും യൗവനവും ഒക്കെ നിലനിൽക്കും. പിന്നെ വിറ്റാലേ പൈസയും കിട്ടും. പ്രകൃതിയിൽ തേനീച്ചകൾക്ക് മാത്രം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു അപൂർവ വസ്തുവാണ് റോയൽ ജെല്ലി. 3 മുതൽ 7 ദിവസം വരെ പ്രായമായ പെണ്ണീച്ചകളുടെ തലയിലുള്ള ഗ്രന്ഥിയിൽ നിന്നും ഊറി വരുന്ന ഒരു പദാർത്ഥമാണിത്. പുതിയ റാണിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വേലക്കാരിയാകേണ്ട പുഴുവിന് റോയൽ ജെല്ലി എന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇളം മഞ്ഞ നിറത്തിൽ വെണ്ണ പോലെ ഇരിക്കുന്ന പദാർത്ഥമാണ് റോയൽ ജെല്ലി. തേനീച്ച വളർത്തൽ ഏതെല്ലാം രീതിയിൽ കൂടെ ലാഭകരമായി നടത്താൻ പറ്റും, അതിനെപ്പറ്റി ഒന്ന് പറയാം. തേനീച്ച വളർത്തലിൽ തേൻ ഉൽപ്പാദനം കൊണ്ട് മാത്രം തേനീച്ച വളർത്തൽ ലാഭകരം ആകത്തില്ല. തേൻ കുറേ വിൽക്കാം നമുക്ക്. പിന്നെ തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാകും. പിന്നെ തേനീച്ച കോളനികൾ വിൽക്കാം. അങ്ങനെ 2-3 ഐറ്റംസ് കൊണ്ട് നമുക്ക് തേനീച്ച വളർത്തൽ ലാഭകരമാക്കാൻ പറ്റും. വേറെ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? തേനിൽ നിന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബൈ പ്രൊഡക്റ്റായിട്ട് കാന്താരി തേന്, നെല്ലിക്കാത്തേന്, മഞ്ഞൾ തേന്, പിന്നെ റോയൽ ജെല്ലിയുടെ തേൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പെപ്പർ, കുരുമുളകും തേനും, ഇഞ്ചിത്തേന്, നെല്ലിക്കാത്തേന്, മാതളത്തേന്, അങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്നും ഇട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ ഈ തേനീച്ചയുടെ വളർച്ചാക്കാല സമയത്ത് തേനീച്ച കോളനികൾ ഡിവൈഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മെഴുക് തേൻ എടുത്തിട്ട് ബാക്കി വരുന്ന തേനട കൊണ്ട് അത് മെഴുകാക്കി കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ആ മെഴുക് മാത്രമായിട്ട് വിൽക്കുന്നുണ്ട്. രേഖാമോഹന്റെ കഴിഞ്ഞ വർഷത്തെ തേൻ വിളവ് 900 കിലോ ആണ്. തേൻ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് മാത്രം തേൻ കൃഷി ലാഭകരമാക്കാൻ പറ്റില്ല എന്നാണ് രേഖാമോഹന്റെ അഭിപ്രായം. തേനീച്ച കോളനികൾ വിറ്റും രേഖ നല്ലൊരു വരുമാനം നേടുന്നു. കൂടാതെ രേഖാ സ്പെഷ്യലായ കാന്താരി തേൻ, വെളുത്തുള്ളി തേൻ, മാതളം തേൻ, നെല്ലിക്ക ലഡു, നാടൻ നെല്ലിക്ക തേൻ, റോയൽ ജെല്ലി തേൻ, വാക്സ് തുടങ്ങി തേനിന്റെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക വഴി വർഷം മുഴുവൻ രേഖാമോഹൻ വരുമാനം നേടുന്നു. പ്രസന്നകുമാരി ടീച്ചറിന് എത്ര തേനീച്ച കൂടുകളുണ്ട്, ഒരു വർഷം എന്ത് വരുമാനം കിട്ടുന്നു, എന്ത് ചെലവുകളുണ്ട്, ഒന്ന് വിശദീകരിക്കാം. ശരി, എനിക്ക് 25 പെട്ടി
തേനീച്ചക്കൂടുണ്ട്. അതിൽ നിന്ന് ഈ വർഷം ഒരു 225ഓളം കിലോ തേൻ കിട്ടി. അതിനകത്ത് ഇപ്പോൾ ഒരു 100 കിലോയിൽ കൂടുതൽ വിറ്റഴിച്ചു. 1 കിലോയ്ക്ക് 300 രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. മൊത്തത്തിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു അമ്പലത്തിലേക്ക് ആവശ്യത്തിലേക്ക് കൊടുക്കുന്നത് കാരണം അവർക്ക് 300 രൂപ വെച്ച് ഈ വർഷം തേൻ കൊടുത്തത്. പിന്നെ അതിനകത്ത് ഒരു കൂടിന് ഇപ്പോൾ 200 ഗ്രാം പഞ്ചസാര വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകൾ, പിന്നെ തന്നെത്താനെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരു കൂലിക്കൊന്നും ആൾ വെച്ച് ചെയ്യാത്തത് കൊണ്ട് അതിനനുസരിച്ച് ലാഭമേ ഉള്ളൂ. മറ്റ് പരിപാടികളായതുകൊണ്ട് കൂട് വർദ്ധിപ്പിക്കാനും കുറേ കൂടെ കൂടുകൾ ഇനി വെച്ച് അടുത്ത വർഷം ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെന്നാണ് നല്ലൊരു സംരംഭമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. സമഗ്ര തേനുൽപാദന പദ്ധതിയിലെ ഒരംഗമാണ് ഞാനും രേഖയോടൊപ്പം. നല്ല രീതിയിൽ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇതൊരു ഉത്തമ മാർഗമായിട്ടാണ്. കലർപ്പില്ലാത്ത തേനും മറ്റുള്ളവർക്ക് നല്ലൊരു ഭക്ഷണ പദാർത്ഥം കൊടുക്കാനുമുള്ളൊരു അവസരം നമുക്കുണ്ടായത്. അതൊരു ദൈവികമായൊരു ഉൽപ്പന്നമാണ് തേന്. അപ്പോൾ ഇത് നല്ലൊരു അവസരമായിട്ട് കാണണം. മറ്റുള്ളവർ ഇതിനകത്ത് ചെയ്യണമെന്നുള്ളതാണ്, കടന്നു വരണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സമഗ്ര മധുരം തേനുൽപാദന പദ്ധതിയിലെ അംഗമായ പ്രസന്ന ടീച്ചർക്ക് 25 പെട്ടി തേനീച്ചക്കൂട്ടിൽ നിന്നും 225 കിലോ തേൻ ലഭിക്കുന്നു. മനസ്സുവെച്ചാൽ വലിയ അധ്വാനമൊന്നുമില്ലാതെ വരുമാന മധുരം നേടാവുന്ന മേഖലയാണിതെന്ന് പ്രസന്ന ടീച്ചർ പറയുന്നു. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. തേൻ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ സംസ്കരിച്ച് സൂക്ഷിക്കണം. വീട്ടാവശ്യത്തിനുള്ള തേൻ സ്വന്തമായി സംസ്കരിക്കാൻ ഒരു പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ 3 ചെറിയ കല്ലുകൾ ഇടുക. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ തേൻ നിറച്ച് കല്ലിന് മുകളിൽ വയ്ക്കുക. തേൻ ഒരു കാരണവശാലും നേരിട്ട് ചൂടാക്കാൻ പാടില്ല. ചൂടായ വെള്ളത്തിൽ ഇറക്കി വെച്ച തേൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. 66 ഡിഗ്രി ചൂടിൽ 1 മണിക്കൂർ ചൂടാക്കുമ്പോൾ തേനിൽ അടങ്ങിയിരിക്കുന്ന മെഴുകും മറ്റും പറഞ്ഞു പൊങ്ങി വരുന്നു. ഇത് കോരിമാറ്റിയ ശേഷം കണ്ണടപ്പുള്ള പരുത്തി തുണിയിൽ അരിച്ചെടുത്ത് ഭരണിയിലോ കുപ്പിയിലോ ഒഴിച്ച് ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. തേനീച്ച കർഷകരെ കൂടുതൽ ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും പ്ലാനുകളോ പ്രൊജക്റ്റുകളോ ഉണ്ടോ? ഓക്കെ, ഈ കൂടുതലായി ഈ കർഷകരെ ആകർഷിക്കുന്നതിനും അതായത് തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലൊരു ഹണി ഫെസ്റ്റ് പദ്ധതി നടത്തുകയുണ്ടായി. മികച്ചൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് നേടാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നില്ലെന്ന് പറയുന്നത്. അത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്തു വരുന്നൊരു വാട്ടർ ബാത്ത് എന്നുള്ള ലോക്കൽ മെത്തേഡാണ് എല്ലാവരും ചെയ്തു വരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റാണ് എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു. അത് ഏകദേശം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് MSME എന്ന് പറയുന്ന സെയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൂഫ്തി എന്ന് പറഞ്ഞൊരു സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കരഞ്ഞൂർ പഞ്ചായത്തിലെ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമികഘട്ട ചർച്ചകളെല്ലാം പൂർത്തിയായി. ഡൽഹിയിൽ നിന്നുള്ള ടീം ഒന്ന് വിസിറ്റ് ചെയ്ത് സ്ഥലം വരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അടുത്ത കാലത്തായി കുടുംബശ്രീ സംവിധാനങ്ങളും കൃഷി വകുപ്പും ഹോർട്ടിക്കൾച്ചർ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തേനീച്ച കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതർക്ക് അല്പം ക്ഷമയോടുകൂടി ശ്രമിച്ചാൽ വളരെ മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗം ലഭിക്കാവുന്ന ഒരു മേഖലയാണ് തേനീച്ച വളർത്തൽ. പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഹണി ഗ്രൂപ്പുകൾ അവരെ ഏകോപിപ്പിച്ച് കർഷക കമ്പനി തേൻ സംസ്കരണ പ്ലാന്റ് ലക്ഷ്യങ്ങൾ ചെറുതല്ല. ഒത്തുപിടിച്ചാൽ നടക്കുമെന്ന് ഉറപ്പുണ്ട്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാല ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. തേനീച്ച വളർത്തലിൽ പരിശീലനം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രത്തിന്റെ അന്താരാഷ്ട്ര അവാർഡ് നേടിയ ഈ കൃഷി പാഠശാല 3 ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൈവ കൃഷി, സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും, പഴം പച്ചക്കറി സംസ്കരണം, വിപണനം എന്നിവയാണ് കോഴ്സുകൾ. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സിന്റെ പഠനമാധ്യമം ഇംഗ്ലീഷാണ്. 50% മാർക്കോടുകൂടി SSLC പാസ്സായവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. ഒരാൾ ഒരു സമയം ഒരു കോഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അപേക്ഷകർക്ക് നിർബന്ധമായും ഇമെയിൽ ID ഉണ്ടായിരിക്കണം. മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഏത് രാജ്യത്തുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായപരിധി ഇല്ല. ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് www.celkau.in. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487243857. വെബ്സൈറ്റ് www.celkau.in. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കൊല്ലം തോട്ടത്തറ ഹാച്ചറിയിൽ ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9562147177. തേനീച്ച വളർത്തലിൽ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സിന്റെ ആദ്യ ബാച്ച് മെയ് 6 തീയതി ആരംഭിക്കും. ഉൽപാദക സംഘവുമായി സഹകരിച്ചാണ് തേനീച്ച വളർത്തൽ പരിശീലനം നടത്തുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള അധിക വരുമാന മാർഗം എന്ന നിലയിലും തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കുമാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1000 രൂപയാണ് കോഴ്സ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 048123536168. കടുത്ത വേനലിൽ ചൂട് കാരണം പാലക്കാട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ കന്നുകാലികൾ മരണപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കന്നുകാലികളെ ചൂട് കൂടുതലുള്ള പകൽ സമയങ്ങളിൽ വെളിയിൽ മേയാൻ വിടരുത്. അവയെ മരത്തണലിൽ പാർപ്പിച്ച് ദേഹത്ത് യഥേഷ്ടം ശുദ്ധമായ വെള്ളം തളിച്ചു കൊടുക്കണം. കൊഴുപ്പ് കൂടിയ തീറ്റ, പിണ്ണാക്കുകൾ എന്നിവ ഒഴിവാക്കണം. പച്ചപ്പുല്ല് ലഭിക്കുന്നില്ലെങ്കിൽ മീനെണ്ണ പതിവായി 2 ആഴ്ചയിൽ 2 തവണ 1 ഔൺസ് വീതം നൽകണം. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. പ്രകൃതിദത്ത റബ്ബർ, കൃത്രിമ റബ്ബർ, റബ്ബർ കോമ്പൗണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസിംഗ് പരിശോധനകൾ എന്നിവയിലുള്ള പരിശീലനം മെയ് 9 മുതൽ 13 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന ഫീസ് 3500 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഫീസിൽ 50% ഇളവ് ലഭിക്കും. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്വയം എഴുതി തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പരിശീലന ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റായോ മണി ഓർഡറായോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0481235325. മറ്റൊരു നമ്പർ 048123533127. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 8,600 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 9,000 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 8,600 രൂപ, കൊപ്ര കൊച്ചി 5,855 രൂപ, കൊപ്ര കോഴിക്കോട് 5,750 രൂപ, കൊപ്ര തൃശൂർ 5,905 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,500 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ചുക്ക് ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ സേലം 10,400 രൂപ, മഞ്ഞൾ ഈറോഡ് 10,600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,100 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,100 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 39.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 38, 28.7. കൊച്ചി 34.6, 28.4. ആലപ്പുഴ 37.1, 29. പുനലൂർ 36.6, 25. തിരുവനന്തപുരം 34.6, 27.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്ത സമാപിച്ചു. നമസ്കാരം.